എടുക്കാൻ നോക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഒന്ന് ഞാൻ റീട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും കിട്ടുന്നില്ല. ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ. ഒട്ടുമില്ല മക്കളെ, കിട്ടുന്നേ ഇല്ല. ഈ ഫോണിൽ അങ്ങനെയാണ്. ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്ന ഫോണിൽ പ്രശ്നമില്ല. അപ്പം ഞാൻ ഇത് ഫോണൊന്നും കിട്ടുന്നില്ല. നമുക്ക് ഒന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു പറഞ്ഞുതരാം. ടച്ച് മീ നോട്ട്, തൊട്ടാവാടി. ഇപ്പം നമ്മൾ തൊട്ടിന നല്ലോണം വിരിഞ്ഞ് നിൽക്കുന്നതായിരിക്കും. അത് ഒരു മഴത്തുള്ളിയിൽ തൊട്ടിക്കാൻ അങ്ങനെ കൂടിപ്പോകും. അങ്ങനത്തെ ഒരു സാധനമാണ് ടച്ച് മീ നോട്ട്. അപ്പോൾ നമുക്ക് ടച്ച് മീ നോട്ടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ വേണോ? നമുക്ക് വേറെ ചാറ്റ് ബോക്സിലിട്ടേ. ടച്ച് മീ നോട്ടിനെ കുറിച്ച് എന്തെങ്കിലും വിവരം വേണോ എന്നുള്ളത്. വേണ്ട മിസ്, വേണ്ട, നോ താങ്ക്സ്, വേണ്ട മിസ്, വേണ്ട, എല്ലാം വേണ്ട. ഓക്കെ, അപ്പം നമുക്ക് അത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അറിയണമെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളൊന്ന് ചാറ്റ് ബോക്സിൽ ഇട്ടേക്കും. അപ്പോൾ നമ്മൾ യൂട്യൂബിലെല്ലാം ആദ്യത്തെ ഫ്രീ വീഡിയോ ആണിത്. അപ്പം ഇനി ട്യൂഷന് ചേർന്ന് കഴിഞ്ഞാലേ ബാക്കിയുള്ളത് കിട്ടുകയുള്ളൂ. അപ്പം നമുക്കിതൊന്ന് നല്ലോണം ഒബ്സർവ് ചെയ്തെടുത്താലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ട് ഇരുന്നാൽ പോരല്ലോ. അപ്പോൾ നമുക്ക് ഓരോരോ ആൻസർ വേഗം പറയാം. തേർഡ് വണ്ണ് തൊട്ടാവാടി നമുക്ക് കിട്ടിയില്ലേ. ഇനി ഫോർത്ത് വണ്ണ് എന്തെടുക്കും? എല്ലാവർക്കും അറിയാം. വേഗം ചാറ്റ് ബോക്സിലിട്ട് വേഗം സമയം താന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. ടീച്ചർ ഇനിയിപ്പോൾ അടുത്ത ക്ലാസ് എടുക്കണം. ടീച്ചർ ആർക്കെങ്കിലും ഇതിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ മാസം 1500 രൂപയാണ്. 2 സബ്ജക്റ്റിന് 1500 രൂപ. സോറി, ഒരു സബ്ജക്റ്റിന് 500 രൂപയാണ്. അപ്പം 2 സബ്ജക്റ്റിലാണെങ്കിൽ 1000. ഞാൻ എടുക്കുന്ന സബ്ജക്റ്റ് ഒന്ന് സയൻസും പിന്നെ മാത്സുമാണ് എടുക്കുന്നത്, വേറെ ഒന്നും എടുക്കുന്നില്ല. ഓക്കെ, അപ്പം ഞാൻ നിങ്ങൾക്കൊന്ന് നമ്പർ പറഞ്ഞു തരാം. 9440659441. അപ്പം ഈ നമ്പറിൽ നിങ്ങൾ എന്തായാലും ഒരു ചെറിയൊരു മിസ് കോൾ ചെയ്താൽ എത്രയാണ് ചെയ്തു തരാം നിങ്ങൾക്ക് ക്ലാസ്. ഗൂഗിൾ പേ ആയാലും ഗൂഗിൾ പേ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ വീട്ടിൽ വന്നിട്ട് പഠിക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് 400-300 റുപ്പീസിന് 100 റുപ്പീസിനൊക്കെ കിട്ടും. അല്ല ഓൺലൈനായിട്ടാണെന്നുണ്ടെങ്കിൽ ദൂരെയുള്ള ആൾക്കാരിലാണെങ്കിൽ 500 റുപ്പീസാണ്. 2 സബ്ജക്റ്റിന് 1000 റുപ്പീസാണ്. 3 സബ്ജക്റ്റ് ഞാൻ വേറെ ഒരെണ്ണം എടുക്കുന്നത് സോഷ്യലാണ്. പിന്നെ ഇംഗ്ലീഷും എടുക്കുന്നുണ്ട്. 4 സബ്ജക്റ്റ് എടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ടേക്ക് പോകാം. അപ്പം നമ്മളിവിടെ കുറേ നെയിം കളറൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഹോംവർക്ക് ആയിട്ട് തരാം. നമ്മൾ സിംഗിൾ ഫ്ലവർ ഇൻഫ്ലുവൻസസ് എല്ലാം പഠിക്കുന്നേ ഉള്ളൂ. അപ്പം നമുക്ക് അതിനെല്ലാം കുറച്ച് സമയം വേണം. അപ്പം നമ്മൾ അടുത്തയിലേക്ക് വേഗം പോവാം. പാർട്സ് ഓഫ് എ ഫ്ലവർ. ഇപ്പോൾ ടീച്ചർ സമയം കുറയാണ്ട് വേഗം ഒന്ന് ഓടിച്ച് വിടുകയാണ്. നല്ലോണം ശ്രദ്ധിച്ചോ. പാർട്സ് ഓഫ് എ ഫ്ലവർ. നമുക്ക് ആദ്യം തന്നെ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്താണ് ഇവിടുത്തെ കൊടുത്തിരിക്കുന്ന പിക്ചർ? ഒരു ഹിബിസ്കസ്. പറഞ്ഞു. ഓക്കെ, ചാറ്റ് ബോക്സിൽ ഇടണ്ട, ഞാൻ അറിയാം. ഓക്കെ, അപ്പം നമുക്കിവിടെ ഉള്ളത് ഒരു ഹിബിസ്കസ് ആണ് അല്ലേ. അപ്പോൾ ആ ഹിബിസ്കസിലുള്ള കുറച്ച് മെയിൻ പാർട്സാണ്. നമ്മൾ പെട്ടെന്ന് കാണുന്ന കുറച്ച് പാർട്സ് ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം തന്നെയാണ് പെറ്റൽ. ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ള ഒരു സാധനമാണ് പെറ്റൽ അല്ലേ. അപ്പോൾ ഞാൻ കുറേ ആയി വിചാരിക്കുന്നു ഒരു ബോർഡ് മേടിച്ച് വെക്കണം. നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുമ്പോൾ ഒരു വരച്ച് കാണിച്ചു തന്നെ അത് നിങ്ങളുടെ മൈൻഡിൽ നല്ല ഇതായിരിക്കും. അടുത്ത നമ്മളെ വീഡിയോ ചെറിയൊരു ടെക്നിക്കായിരിക്കും. ആ ടെക്നിക്ക് നിങ്ങൾക്ക് പഠിച്ചാൽ ഇതാന്നും പറഞ്ഞിട്ട് നിങ്ങൾക്ക് എടുക്കാൻ കഴിയും. അടുത്ത വീഡിയോ എന്തായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് കാണാൻ നോക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തുള്ളത് സെപ്പൽ. പെറ്റലും സെപ്പലും നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. സെപ്പൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ താഴെയുള്ള ചെറിയൊരു ഗ്രീൻ സാധനമില്ലേ, മീൻസ് കണ്ടോ, നമ്മൾ താഴെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സാധനം. അതാണ് അതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. അതിന് നമ്മൾ തലാമസ് എന്ന് പറയും. അത് നമുക്ക് പഠിക്കാം. പിന്നെ അതിൻ്റെ ഏറ്റവും താഴെയുള്ള അതിന് സ്റ്റെം എന്ന് പറയും. പിന്നെ പെഡിസൽ എന്ന് പറയും. നിങ്ങൾ സ്റ്റെം നിങ്ങൾക്ക് പഠിക്കാനില്ല, പെഡിസലാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ പെഡിസൽ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. ഇതിപ്പോൾ ഒരു ഹിബിസ്കസ്. ഇതാണ് അതിൻ്റെ സപ്പോർട്ട് ഏരിയ എന്ന് വിചാരിക്കുക. ഇവിടെ ഇങ്ങനെ ഒരു സപ്പോർട്ട് ഏരിയ ഉണ്ട്.
ഇവിടെയാണ് താഴത്തെ ഈ ക്ലിപ്പിൻ്റെ ഈ ഒരു ഭാഗമാണ് ഞാൻ സെപ്പലായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ സെപ്പൽ എന്ന് പറയുന്നത്. പിന്നെ ഇതിപ്പോൾ ഞാനിങ്ങനെ തിരിച്ച് പിടിച്ചിട്ട് ഞാൻ കാണിക്കാം. ഇവിടെ ഈ ഒരു സ്ക്രൂ പോലത്തെ ഒരു സാധനമുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അതിനെ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഇവിടെ ചെമ്പരത്തി കിട്ടാനില്ല, രാത്രി ആയതുകൊണ്ട് ഒന്നുമില്ല. അപ്പോൾ ഞാൻ എത്താൻ വൈകുന്നേരം ആവുന്നതുകൊണ്ട് ചെമ്പരത്തി എടുത്താന്ന് പറഞ്ഞ് പാടിപ്പോന്നു. അപ്പോൾ നമുക്ക് തൽക്കാലത്തിന് ഇപ്പോൾ ഇത് വെച്ചിട്ട് പഠിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ടീച്ചർ ഒരു സാധനം കാണിച്ചു. ഇത് ഇവിടെയുള്ള ഒരു സാധനമാണ്. അപ്പം നമ്മൾ ഇത് ഹിബിസ്കസ് ആയിട്ട് ഇപ്പോൾ വിചാരിക്കുക. ഇത് നോക്കണ്ട, അതെല്ലാം ഓരോ സാധനങ്ങളാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ ഞാൻ ഇവിടുത്തെ കാണിക്കുക. ഇതാകുമ്പോൾ ഈസിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുത്തെ സംഭവങ്ങളാണ് പഠിക്കുന്നത്. ഇത് എല്ലാ ഫ്ലവറിലും ഉണ്ടാവില്ല. ഇപ്പോൾ ഈ റോസിലൊന്നും ഞാൻ ഈ പറയുന്ന ആൻഡ്രീഷ്യൻ ചൈനീസും കംപ്ലീറ്റ് ഫ്ലവർ അല്ല. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് മെയിൻ പാർട്സ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ. യെസ്, വലിയൊരു പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നമ്മളെ ക്ലാസ് നിർത്താൻ പറ്റില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഉള്ളത് നിങ്ങൾക്ക് ടെക്സ്റ്റെല്ലാം മാറ്റിയിട്ട് കാണിച്ചാൽ നിങ്ങൾ ഈ ഫ്ലവറിന് നല്ലോണം നോക്കി വെച്ചോ. അപ്പം നമ്മൾ ഈ ഭാഗം നമ്മൾ സ്റ്റെമ്മെന്ന് സാധാരണ പറയില്ലേ, ഈ ഭാഗമാണ്. ഇതിപ്പോൾ ഇടുന്ന ഫോക്കസ് ചെയ്യുന്നില്ലല്ലോ. ഫോക്കസ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ എന്തോന്നാ ചെയ്യേണ്ടത്? ഇപ്പം എങ്കിലും കാണുന്നുണ്ടോ? ഓക്കെ, ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. സമയം നമ്മൾ പാഴാക്കരുത്. അപ്പോൾ നമുക്ക് ഇവിടെയെല്ലാം കാണാം ഈ സ്റ്റെമ്മ് പോലത്തെ സംഭവം കാണുന്നില്ലേ? ഇപ്പുറത്തെ നിങ്ങൾക്ക് കാണും തോന്നുന്നുണ്ട്. ഓക്കെ, ഇത് കാണും. ഇതാണ് ഫോക്കസ് ചെയ്യുന്നത് ക്യാമറ. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഭാഗത്തിനാണ് നമ്മൾ പെഡിസെൽ എന്ന് പറയുന്നത്. നമ്മളിവിടെ ടെക്സ്റ്റിൽ നമ്മൾ പെഡിസെലിന് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെയുള്ള ആ ലൈനിലാണ് നമ്മൾ പെഡിസെലിന് കൊടുക്കണം. പെഡിസെലെല്ലാം അതിൻ്റെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളിതൊന്ന് നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കുക. പിന്നെ ഇവിടെ നമുക്ക് ചെറിയൊരു ലീഫ് പോലത്തെ ഒരു സംഭവം കാണുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് അല്ല കേട്ടോ, ഇത് നമുക്ക് വേറൊരു സാധനമാണ്. ഇവിടെ താഴെ തന്നെ ഒരു ലീഫ് പോലത്തെ ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. കണ്ടോ? ഞങ്ങൾക്കൊന്നും കൂടി അടുപ്പിച്ച് തരും. ഇത് ഞങ്ങൾക്ക് നല്ലോണം അടുപ്പിച്ച് കാണിച്ചു തരാം. ഇതിൻ്റെയും താഴെ ഒരു ചെറിയൊരു സപ്പോർട്ടിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനാണ് നമ്മൾ എന്ത് പറയുക, സെപ്പൽ. കറക്റ്റ്. നമ്മളുടെ ദിവസം നേരത്തെ ഇട്ടിട്ടുണ്ട്, സച്ചിന് ഇട്ടിട്ടുണ്ട്. ഓക്കെ, പ്രശ്നമില്ല. നമുക്ക് അന്ന് റിക്കവർ ചെയ്യണ്ടേ വേഗം. അപ്പം സച്ചിന് നമ്മളുടെ ദിവസം ഇപ്പോൾ ഇടല്ല, 2 മിനിറ്റ് ഈ ക്ലാസ്സിലെടുത്തിട്ട് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കാം. അപ്പം നിങ്ങൾ ഇട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്ത ക്ലാസ്സിലായിട്ട് എന്തായാലും ടെസ്റ്റ് ഉണ്ടാവുന്നതാണ്. ഓക്കെ, നമുക്കിവിടെ അടിയിലൊരു സാധനമുണ്ട് അല്ലേ? ആ സാധനത്തിന് എന്തായിരിക്കും പറയാം? ഇപ്പം പറഞ്ഞ സംഭവം സെപ്പൽ. ഇപ്പല്ലേ കിട്ടി. ഓക്കെ, നമ്മൾ ആ ബൾബ് അങ്ങ് കത്തിക്കുക. ഓക്കെ, നമ്മൾ ആ ബൾബിന് ഇങ്ങനെ പ്രവർത്തിച്ച് കൊണ്ടുവരണം. അതിന് നമ്മൾ ആ ബുദ്ധി നമ്മൾ ഭയങ്കര ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മളിവിടെ ഈ ഭാഗത്തിനാണ് നമ്മൾ പറയുക എന്താണ്, സെപ്പൽ. ഓക്കെ, ഇനി ഇതിപ്പോൾ നമ്മൾ ഫ്ലവറിൻ്റെ ഇതൾ അല്ലേ, അതിനെന്ത് പറയും? അതെല്ലാവർക്കും അറിയാം, പെറ്റൽ. ഓക്കെ, സിമ്പിളാണ്. ഇതിലെന്തൊരു സിമ്പിളാണ്. പിന്നെ അതിൻ്റെ മേലത്തെ സാധനമൊന്നും ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ പഠിപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾ ഒരു ഷൂ ഫ്ലവറാണ് തൽക്കാലത്തിന് വിചാരിക്കുക. പിന്നെ ആൻഡ്രീഷ്യൻ ചൈനീസ് ഈ വക സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ നാളത്തെ വീഡിയോയിൽ ഹിബിസ്കസിനെ ശരിക്കും കാണിച്ചു തരും. ഞാൻ രാവിലെ തന്നെ വീഡിയോ ഇടാൻ നോക്കാം. രാവിലെ ഞാൻ എത്തുകയില്ല. നമുക്ക് സാറ്റർഡേ സൺഡേ ഒരു വീഡിയോ ഇടാം. കോളേജിൽ പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, പിന്നെയാണ് നമുക്ക് വന്നിട്ടുള്ള വേറൊരു സംഭവം. ഗായ്സ്, ഇതാണ് നമുക്ക് കുറേ പഠിക്കാനുള്ള കുട്ടികളെ. ഈ ഡയഗ്രാം നല്ലോണം ഫോക്കസ് ചെയ്ത് വെച്ചു. അതിൻ്റെ അകത്തുള്ള നമ്മൾ പാർട്സ് പറയാൻ പോകും. ഞാനിപ്പോൾ ഈ ക്ലിപ്പ് യൂസ് ചെയ്യുന്നത്. ഇത് നമുക്ക് നല്ല ഫാഷൻ ഷോ. ഓക്കെ, ചെറിയൊരു കട്ടാണ്. അപ്പം നമ്മൾ നിങ്ങൾ തൽക്കാലത്തിൽ ഇപ്പോൾ ഹിബിസ്കസ് ആണെന്ന് വിചാരിക്കും. വേറെ ഒന്നും ഇവിടെ ഇപ്പം ഇല്ല. ഓക്കെ, ഇപ്പം ഇവിടെയുള്ള ഈ അകത്ത് കാണുന്ന ഈ ഒരു സാധനമാണ് ആന്തർ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് മെയിൻ പാർട്സെല്ലാം എടുക്കണ്ടേ? ഇതിൻ്റെ ആ ആന്തറിൻ്റെ സ്റ്റെമ്മാണ് ഇതെന്ന് വിചാരിക്കാം. എനിക്ക് ഞാൻ കാണിച്ചത് ഈ ഒരു സാധനം. അപ്പോൾ നമ്മൾ
അതിനെന്ത് പറയും? എന്തായിരിക്കും പറയാം? ആൻഡ്രീഷ്യം, നമ്മളുടെ നേരത്തെ ഇട്ടോ. ഓക്കെ. പിന്നെ ഉള്ളത് അതിൻ്റെ താഴെ വരുന്നൊരു ചെറിയൊരു കോട്ടിംഗ് ആണ്. അത് കാണിച്ചത് നമുക്ക് ഹിബിസ്കസ് ഇല്ല. ഓക്കെ. അപ്പം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് നല്ല. അപ്പം നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പം നമുക്ക് ഇത്രയും പേര് എടുത്തത് മനസ്സിലായോ? ശരിക്കും പറഞ്ഞാൽ നമ്മളൊന്നും എടുത്തില്ല ശരിക്കും. അപ്പം ഞാൻ ഇതൊന്ന് വേഗം ഓടിച്ചുവിടാം. എൻ്റെ ഫോണ് ചൂടാകാൻ തുടങ്ങി. അപ്പം നമ്മൾ നല്ലോണം ശ്രദ്ധിച്ചോളൂ. ആൻഡ്രീഷ്യം, ജൈനീഷ്യം, കാലിക്സ്, കൊറോള, തലാമസ്, പെഡിസെൽ, ഇങ്ങനത്തെ 1 2 3 4 5 6 ഫങ്ഷൻസിനെയാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കുള്ളത് പാർട്സ് പെഡിസലാണ്. പെഡിസൽ അറ്റാച്ച് ദ ഫ്ലവർ ടു ദി സ്റ്റെം. അത് പെഡിസൽ എന്ന് പറയുന്ന ആ താഴത്തൊരു തണ്ട് പോലത്തെ സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അത് നിങ്ങൾ നോക്കി വെച്ചോണം. അതിനെ ഫ്ലവറിൻ്റെ അടുത്തേക്ക് അറ്റാച്ച് ചെയ്യുന്നതാണ്. ഓക്കെ. ഫ്ലവറിൻ്റെ അടുത്തേക്ക് അറ്റാച്ച് ചെയ്യുന്നു. തലാമസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അതിൻ്റെ അടിയിൽ ഇങ്ങനെ താഴെ ഒരു ഗ്രീൻ ഇല പോലെ. ഓക്കെ. അതാണ് നമ്മൾ തലാമസ്. പ്രൊവൈഡ്സ് ദ സീഡ് ഫോർ ദ പാർട്സ് ഓഫ് ദ ഫ്ലവർ. എല്ലാ ഫ്ലവറിൻ്റെയും താഴെയുള്ള അതിന് എന്ത് ചെയ്യും? സീഡ് പ്രൊവൈഡ് ചെയ്യും. അതിൻ്റെ വെയിറ്റ് മൊത്തം അതിൻ്റെ ആയിരിക്കും കൊടുക്കുന്നത്. പിന്നെ കാലിക്സ് ഫോംഡ് ഓഫ് സെപ്പലാണ്. മീൻസ് അതിൻ്റെ ഞാൻ ഇല കാണിക്കുന്നില്ലേ, കണ്ടോ? ഈ ഒരു ഇലയാണ് നമ്മൾ കാലിക്സ് ആയിട്ട് കാണുന്നത്. അപ്പോൾ കാലിക്സിൻ്റെ ഫങ്ഷൻ എന്തായിരിക്കും? ഫോംഡ് ഓഫ് സെപ്പൽ, പ്രൊട്ടക്ട്സ് ദി ഇയർബഡ്. ഇയർബഡ് എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് ഓവറി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതിൻ്റെ അകത്ത് ഒരു ചെറിയൊരു ബഡ് ഉണ്ട്. അതാണ് പൂവായി മാറുന്നത്. അപ്പോൾ അവർ അങ്ങനെ ഇതിപ്പോൾ ഒരു ഓവറിൻ്റെ അകത്ത് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെ എന്ത് ചെയ്യും? പ്രൊട്ടക്റ്റ് ചെയ്യും. കവർ ചെയ്തിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും. കൊറോള. ഞാൻ സ്പീഡിലാണേ പോകുന്നത്. ഓക്കെ. ആർക്കും ഇനി മനസ്സിലാവുന്നുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ ഞാൻ പേഴ്സണൽ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ആർക്കും ട്യൂഷൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം. കൊറോള ഫോംഡ് ഓഫ് പെറ്റൽ. കണ്ടോ? അപ്പോൾ നമ്മളിവിടെ കൊറോള എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോംഡ് ഓഫ് പെറ്റൽ. ഇതെല്ലാം പെറ്റൽസാണ്. അപ്പം ഫോംഡ് ഓഫ് പെറ്റലാണ്. ഗീവ്സ് ബ്യൂട്ടി ആൻഡ് ചാം ടു ദ ഫ്ലവർ. അപ്പോൾ ആ കൊറോള എന്ന് പറയുന്ന സംഭവമാണ് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ ആ റെഡ് ഷൈനിങ് എല്ലാം കാണിക്കുന്ന ബ്യൂട്ടിയും ചാമും കൊടുക്കുന്ന ഒരു സാധനമാണ് എന്ത്? കൊറോള. നിങ്ങളെല്ലാവരും ഇത് പഠിച്ചു വെച്ചാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് വെക്കുന്നതായിരിക്കും. പഠിച്ചെടുത്ത് വരെ മാത്രം. ഓക്കെ. ആൻഡ്രീഷ്യം ഫോംഡ് ഓഫ് സ്റ്റേമൻ. സ്റ്റേമൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൻഡ്രീഷ്യത്തിൻ്റെ റീപ്രൊഡക്റ്റീവ് ഓർഗനാണ്. നമ്മളിപ്പോൾ റീപ്രൊഡക്ഷൻ എന്നെല്ലാം കേൾക്കുന്നില്ലേ? ഒരു ഫ്ലവർ ഉണ്ടാകുന്നു, ആ ഫ്ലവറിൽ നിന്ന് ഫ്രൂട്ട് ഉണ്ടാകുന്നു, ആ ഫ്രൂട്ടിൽ നിന്ന് ആ ഫ്രൂട്ട് ഇതായിട്ട് സീഡ് ഉണ്ടാകുന്നു, പിന്നെയും അതന്നെ റിപ്പീറ്റ് നടക്കുന്നു. അതുപോലെ ഒരു റീപ്രൊഡക്റ്റീവ് ഓർഗനാണ് സ്റ്റേമൻ. സ്റ്റേമനിലെല്ലാവരും നമ്മൾ അടുത്ത് പഠിക്കും. അപ്പം മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പോൾ ആൻഡ്രീഷ്യാണ് എന്ത്? മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. മെയിൽ ഫീമെയിൽ പാർട്ട് ഉണ്ട്. അപ്പോൾ ഇത് രണ്ട് മെയിൽ ഗ്യാമേറ്റ്, ഫീമെയിൽ ഗ്യാമേറ്റ് ഉണ്ട്. അപ്പോൾ അവർക്കൊരു കുട്ടി ഉണ്ടാകും. അതാണ് ഒരു എഗ്ഗ്. ആ എഗ്ഗ് പൊട്ടിയാൽ അതിൻ്റെ അതിന് സൈഗോട്ട് വരും. അതിൽ നിങ്ങൾക്ക് ഫെർട്ടിലൈസേഷനിൽ പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കാം. ജൈനീഷ്യം ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. ഇപ്പോൾ ഫീമെയിൽ ഗ്യാമേറ്റ് ആണത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഓഫ് എ ഫ്ലവർ. പിന്നെ ജൈനീഷ്യം കൺസിസ്റ്റ് ഓഫ് 1 or more കാർപ്പൽസ്. ജൈനീഷ്യം ഇതിപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുന്ന ചിലപ്പോൾ 1 2. ഇതിപ്പോൾ എൻ്റെ അമ്മക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് 12 കുട്ടികൾ, അങ്ങനെ കുറേ കുട്ടികളുണ്ടാവും. ഓക്കെ. അപ്പോൾ നമ്മൾ 1 or more കാർപ്പൽസ് ഉണ്ടാവും. മീൻസ് കൂടുതൽ ഗ്യാമേറ്റ്സ് വരും. അതാണ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട്. അപ്പോൾ ഇത്ര വരെ നിങ്ങൾ മനസ്സിലാക്കാൻ നല്ലോണം പഠിക്കാം. അടുത്ത ക്ലാസ്സിൽ ഞങ്ങൾക്ക് ടെസ്റ്റ് ഇടും. പിന്നെ പുതിയ കുറച്ച് ഹാക്സ് ടെക്നിക്സ് ഒക്കെ പഠിപ്പിച്ച് തരും. അത് നിങ്ങൾ അതുപോലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിനും ഫുൾ മാർക്ക് കിട്ടുന്നത് ഭയങ്കര ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇത്രയും വരെ നിങ്ങൾക്ക് മനസ്സിലായത്. നിങ്ങൾക്ക് ഞാൻ അടുത്ത ക്ലാസ്സിൽ ടെസ്റ്റ് വെക്കും. ഓക്കെ, ബൈ.